ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? പ്രതാപം മങ്ങുന്ന കൊച്ചി MG റോഡ്. കല്യാണ സീസൺ വരുന്നു. സ്വർണ്ണവില കുതിക്കുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. കൊച്ചി പഴയ കൊച്ചിയല്ല. MG റോഡ് പഴയ MG റോഡുമല്ല. പാർക്കിംഗ് പ്രശ്നവും വെള്ളക്കെട്ടും മെട്രോയും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് തെരുവിന്റെ പകിട്ടിന് മങ്ങലേൽപ്പിച്ചോ? വിവേകിന്റെ റിപ്പോർട്ട്. ഒരു കാലത്ത് കൊച്ചിയുടെ അഭിമാനമായിരുന്നു MG റോഡ്. കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ബിസിനസ് സ്ട്രീറ്റ്. ബഹുരാഷ്ട്ര കമ്പനികൾ, ബാങ്കുകൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളായിരുന്നു ഈ റോഡിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതെല്ലാം അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് MG റോഡിന് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ ഒരു കട പുതിയതായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കടയിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം അവർ തുറന്നു വെച്ചുകൊണ്ടിരിക്കും. വലിയ കച്ചവടമൊന്നുമില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെയും പൂട്ടി വേറൊരു ടീം എടുക്കും. അവർ ഇതുപോലെ തന്നെ കുറേ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി അവർ വീണ്ടും ആ കട തുറക്കും. പുതിയ ആൾ വേറെ എടുത്തു കഴിഞ്ഞാൽ അവർ ഇതുപോലെ തന്നെ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ MG റോഡിലുള്ളത്. രണ്ട് ഭയങ്കര റഷായിരുന്നു. എറണാകുളത്ത് ഹാർട്ട് ഇതായിരുന്നു MG റോഡ് എന്ന് വെച്ചാൽ. ഇന്ന് MG റോഡ് ഒന്നുമില്ല, എല്ലാം പോയി, കടകളൊക്കെ പൊട്ടിയാണെങ്കിൽ. കാരണം ഈ മെട്രോ വന്ന ശേഷം എല്ലാം ബാധകമാണ്. സീമാറ്റിയും ജോസ്ക്കും അടുത്തുള്ളതിൻ്റെ പേര് 4 പേര് വരുന്നു. അങ്ങനെ ഒന്നുമില്ല. ഒന്നാമത് ഇവിടുത്തെ ഏരിയ തന്നെ സെയിൽ ചെയ്ത് അങ്ങോട്ട് പോയി, ബൈപ്പാസ് ഏരിയയിലോട്ട് പോയി. പിന്നെ മെട്രോ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല ബ്ലോക്കും ഒക്കെ ആയിരുന്നു ഇവിടെ ഈ റോഡിൽ. സൈഡിൽ വണ്ടിയൊന്നും പാർക്ക് ചെയ്യും. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യിക്കണില്ല. പോലീസ് പ്രശ്നമൊന്നുമാണ്. ഒരു വണ്ടി ഇവിടെ ഒതുക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഫൈൻ അടിപ്പിക്കും. ആളെ കൊണ്ടുപോയി നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറക്കിയാലും പോലീസുകാർ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകും. ഓൾറെഡി ഇവിടെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് തന്നെ സെയില് മോശമാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാരണം കൊണ്ട് അങ്ങനെയും മോശം. മഴ പെയ്താലൊക്കെ പിന്നെ ഓൾറെഡി ഇവിടെ നിർത്താൻ പറ്റില്ല. ഫുട്പാത്തിൽ പോലും വണ്ടി 2 വീലർ പോലും നിർത്തൂല, അവർ ഫോട്ടോ എടുത്തു പോകും. MG റോഡിൽ ഇപ്പോൾ നഗരത്തിൻ്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് കുറേ കടകളൊക്കെ പൂട്ടിപ്പോയി. മെട്രോയ്ക്ക് മുൻപുള്ള കാലം എന്ന് പറയുമ്പോൾ കൂടുതൽ തിരക്കുള്ള ഒരു സമയമായിരുന്നു ശരിക്കും. പിന്നെ MG റോഡിൻ്റെ മെട്രോ വരുന്ന സമയത്ത് വർക്കുകൾ കൂടി കഴിഞ്ഞപ്പോൾ മൊത്തം ഒതുങ്ങി, കുറച്ചൊരു സ്ലോ ആയി ബിസിനസ്. അപ്പോൾ ബൈപ്പാസിലേക്ക് കുറേ കച്ചവടമൊക്കെ പോയി. ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് 5-6 വർഷമായി. അല്ല 5-6 വർഷം. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മെട്രോയുടെ ഈ ഇത് തൂണ് വന്നു കഴിഞ്ഞ പിന്നെയാണ് ഇവിടെ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാർക്ക് വന്ന് വണ്ടി ഇടാനുള്ളൊരു സൗകര്യം വേണ്ടേ? ഇപ്പോൾ വണ്ടി ഇട്ട് ഒന്ന് ആൾക്കാർക്ക് കടയിലേക്ക് കയറാനുള്ളൊരു സൗകര്യമില്ല. മറ്റേ ഇപ്പം ഇതന്നെ പൊളിച്ചിട്ടല്ലേ ഫുട്പാത്ത്. എനിക്കൊന്ന് 10 കൊല്ലമായിരുന്നു തോന്നുന്നു. 10 കൊല്ലമായിട്ട് ഇത് പണിതിട്ടില്ല. പിന്നെ വെള്ളം എല്ലാ പ്രാവശ്യം കയറുമ്പോഴും അവർ വാർത്താ ചാനലുകാർ വരും, വീഡിയോ എടുക്കും, പോകും. പിന്നെ അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ. അതിനൊരു ശരിക്കും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടാൽ ഇവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. ഒരുപാട് രീതിയിലൊക്കെ ഇവർ ചെയ്ത് നോക്കി, കാണാൻ ക്ലീൻ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയില്ലേ ഈ MG റോഡിലുള്ള ഒഴുകി കിടക്കണ എല്ലാ സാധനങ്ങളും ഷോപ്പിലോട്ട് ബീഡി കുറ്റിയും മറ്റേ കുറ്റിയും കച്ചറ എല്ലാം കയറും ഇതിനകത്തോട്ട്. ഞങ്ങൾ തന്നെയാണ് ക്ലീൻ ചെയ്തത്. ഇതൊരു പ്രാവശ്യം ഒന്നല്ല, എപ്പോൾ നോക്കിയാലും ഈ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. എന്താണ് വല്ല ആദ്യമേ ഒന്നാമതായി MG റോഡിലെ കാണാൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയണം. അപ്പം ഇതൊക്കെ ഓക്കെ. മിക്കവരും വന്ന് പോയിട്ടുണ്ട്, പക്ഷെ ഒരു ഗുണവും ഇല്ല. എല്ലാവരും ആ ടൈമിന് വരും, അത് ചെയ്യാം ഇത് ചെയ്യാമെന്നും പറഞ്ഞിട്ട് പോകും. പക്ഷെ ആരും ഇവിടെ ഒരിതിന് ഈ നമ്മുടെ ഈ ഫുട്പാത്തൊക്കെ പൊളിച്ചിട്ടിട്ട് എത്ര വർഷമായി ഒക്കെ പൊളിച്ചിട്ടിരിക്കണേല്ല. ഞങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞിട്ട് എല്ലാം പൊളിച്ചിട്ടിരിക്കണേണ്, പക്ഷെ ഒന്നും ചെയ്യണില്ല. MG റോഡ് എന്ന് എല്ലാവർക്കും ഒരു വിശ്വാസമാണ് MG റോഡ് എന്ന് വെച്ചാൽ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ പലരും വന്ന് നോക്കുന്നു, പോകുന്നു. മെട്രോ വന്നതോടുകൂടി MG റോഡിന്റെ പ്രതാപകാലം അവസാനിച്ചു തുടങ്ങി. ഇതിനു പിന്നാലെ ഉണ്ടായ വെള്ളക്കെട്ടും MG റോഡിനെ ജനങ്ങളിൽ നിന്നും അകറ്റുകയും ചെയ്തു. ഇതോടുകൂടി ഇവിടുത്തെ ഓരോ ബിസിനസ് സ്ഥാപനങ്ങളെയും ഇത്
ബാധിച്ചു തുടങ്ങി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഉണ്ടായത്. പലതവണ അധികാരികളെ ഈ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ടും ആരും അതിനൊരു പരിഹാരം കണ്ടെത്തിയില്ല. MG റോഡിൻ്റെ പഴയ പ്രതാപകാലം തിരിച്ചു കിട്ടണമെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവണം. അതാണ് ഇവിടുത്തെ വ്യാപാരികളുടെയും എല്ലാം ആവശ്യം. സ്വർണ്ണവില അടുത്ത വാരം. കല്യാണ സീസൺ ആരംഭിക്കാനിരിക്കെ കേരളത്തിൽ സ്വർണ്ണവില ഇടിഞ്ഞു. രാജ്യാന്തര സ്വർണ്ണവിലയിലെ മാറ്റങ്ങളാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. ഡോളർ കരുത്താർജിച്ചതോടെ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 70ഓളം രാജ്യങ്ങൾക്കുമേൽ പുതിയ പകരച്ചുങ്കം പ്രഖ്യാപിച്ചത് ആഗോള സാമ്പത്തിക മേഖലയിൽ വീണ്ടും അസ്വസ്ഥതകൾ പടർത്തുകയാണ്. ഡോളർ കരുത്താർജിച്ചതോടെ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞതാണ് വിലയെ ബാധിക്കുന്നത്. ഡോളർ സൂചിക കഴിഞ്ഞ ദിവസം 100.15 കുതിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലവാരമാണിത്. ഡോളർ ഉയരുമ്പോൾ മറ്റ് കറൻസികളിൽ സ്വർണം വാങ്ങുന്നവർക്ക് ചെലവ് കൂടും. ഇത് ഡിമാൻഡിൽ കുറവ് വരുത്തും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങളും US ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ മങ്ങിയതും സ്വർണത്തെ ബാധിക്കുന്നു. ഇത്രയും മികച്ച തുടക്കം ലഭിച്ചതോടെ 2025 അവസാന പകുതിയിൽ സ്വർണത്തിന്റെ വ്യാപാരം താരതമ്യേന ഇടുങ്ങിയ പരിധിക്കുള്ളിലായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് വിപണി വൃത്തങ്ങൾ വിലയിരുത്തുന്നു. മറുവശത്ത് മാക്രോ ഇക്കണോമിക് അന്തരീക്ഷം വളരെ പ്രവചനാതീതമായി തുടരുന്നു. ഇത് സ്വർണത്തിന് കൂടുതൽ നേട്ടങ്ങൾ നൽകിയേക്കാം. ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള തകർച്ച സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപ ആകർഷണത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും വിലകൾ ഇനിയും ഉയർത്താൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ കരുതുന്നു. ബുധനാഴ്ച US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തി. എന്നാൽ സെപ്റ്റംബറിൽ നടക്കുന്ന അടുത്ത യോഗത്തിൽ ഫെഡ് നിരക്ക് കുറയ്ക്കുമോ എന്ന് പറയാൻ കഴിയില്ലെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞു. കുറഞ്ഞ പലിശ നിരക്കുള്ള അന്തരീക്ഷത്തിൽ സ്വർണം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രവണത കാണിക്കുന്നു. സ്വർണം ഈ മാസം 3324.4 ഡോളറിലെത്തുമെന്ന് വിപണി വിദഗ്ധർ പ്രവചിക്കുന്നു. ജനുവരിയിലെ പ്രവചനം 2735.33 ഡോളർ ആയിരുന്നു. US കടബാധ്യതയും പണപ്പെരുപ്പ് ആശങ്കകളും ചൂണ്ടിക്കാട്ടി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ സ്വർണ്ണവില ഔൺസിന് $4000 ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നു. ഈ വർഷം സ്വർണ്ണവില ഏകദേശം 30% വർദ്ധിച്ചു. കേന്ദ്ര ബാങ്കുകൾ US ആസ്തികളിലുള്ള ആശ്രയത്വം കുറയ്ക്കുകയും സ്വർണ്ണ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്തതിനാൽ കൂടുതൽ ഉയർച്ച പ്രതീക്ഷിക്കുന്നുവെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കാർഷിക വിപണിയിൽ അടുത്ത വാരം. റബ്ബർ ഉൽപാദന രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഷീറ്റ് വില കുത്തനെ ഇടിയുന്നു. കേരളത്തിലെ കർഷകരെയും വിലത്തകർച്ച പ്രതികൂലമായി ബാധിക്കും. വെളിച്ചെണ്ണ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള സംസ്ഥാന സർക്കാർ നീക്കം ഫലം കണ്ടേക്കും. കുരുമുളക് വിപണി നിർജീവം. ആഭ്യന്തര വിദേശ ഡിമാൻഡ് ഏലത്തിന് സുഗന്ധം പകർന്നു. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില 3 മാസത്തിലെ ഉയർന്ന നിലവാരത്തിലാണ് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. വില കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് കയറ്റുമതി രാജ്യങ്ങൾ കണക്കൂട്ടിയ സന്ദർഭത്തിൽ ഷീറ്റിന് പൊടുന്നനെ വില തകർച്ച സംഭവിച്ചു. മുൻനിര ഉൽപാദന രാജ്യങ്ങളിൽ നിലനിന്ന തുടർച്ചയായ മഴ ഷീറ്റ് ക്ഷാമം രൂക്ഷമാക്കുമെന്ന സൂചന ടയർ ലോബിയിൽ നിന്നും പുറത്തുവന്നു. ഇത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിതെളിക്കുമെന്ന് ഒരു വിഭാഗം നിക്ഷേപകരും കണക്കുകൂട്ടി. ജപ്പാൻ എക്സ്ചേഞ്ചിൽ കിലോ 334 യെന്നിൽ വിപണനം ആരംഭിച്ച റബ്ബർ വില കൂടുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് കാറ്റ് മാറി വീശിയത്. ചൈനീസ് വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞു. അമേരിക്ക പ്രതികാര നികുതി അടിച്ച് ഏൽപ്പിച്ചതും ഫലത്തിൽ റബ്ബറിന്റെ കരുത്തു ചോർത്തി. ഇതോടെ വാരാന്ത്യം നിരക്ക് 312 യെന്നിലേക്ക് ഇടിഞ്ഞു. ഇതിന്റെ ചൂട് പിടിച്ച് ഏഷ്യയിലെ ഇതര റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിലും ഉൽപ്പന്ന വില താഴ്ന്ന് റെഡി മാർക്കറ്റായ ബാങ്കോങ്ങിലും പ്രതിഫലിച്ചു. വാരാന്ത്യം തായ് മാർക്കറ്റായ ബാങ്കോങ്ങിൽ റബ്ബർ വില കിലോ 180 രൂപയായി താഴ്ന്നു. കേരളത്തിൽ ഷീറ്റ് വില മുൻവാരത്തിലെ 213 രൂപയിൽ നിന്നും 202 രൂപയായി. അടുത്ത വാരത്തിൽ കാലാവസ്ഥ അല്പം തെളിഞ്ഞാൽ റബ്ബർ വെട്ട് ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഊർജിതമാക്കുമെന്നാണ് വിലയിരുത്തൽ.
ആഗസ്റ്റ് മധ്യത്തിൽ പുതിയ ഷീറ്റ് വിൽപ്പനയ്ക്ക് ഇറങ്ങാനുള്ള സാധ്യതകളാണ് ടയർ കമ്പനികളും കണക്കുകൂട്ടുന്നത്. ഓണാഘോഷവേളയിൽ വെളിച്ചെണ്ണയെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു. വെളിച്ചെണ്ണ വില ഇതിനകം 529 രൂപ വളർന്ന് വിൽപ്പന നടന്ന സാഹചര്യത്തിൽ ഓണത്തിന് നിരക്ക് താഴ്ത്താനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചു. ഉൽപാദകരിൽ നിന്നും നേരിട്ട് പച്ചത്തേങ്ങ സംഭരിച്ച് വെളിച്ചെണ്ണ ഉൽപാദനത്തിന് ആവശ്യമായ കൊപ്ര സംസ്കരിക്കാനുള്ള നീക്കത്തിലാണ്. ചെറുകിട വിപണികളിൽ പച്ചത്തേങ്ങ വില 90 രൂപ വരെ ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ ഏജൻസി എന്ത് വിലയ്ക്ക് ചരക്ക് സംഭരിക്കുമെന്നതിനെ ആശ്രയിച്ചാവും സംഭരണത്തിന്റെ വിജയവും പരാജയവും. കർഷകർക്ക് ഉടൻ പണം ഉൽപ്പന്നത്തിന് കൈമാറിയാൽ മാത്രമേ അവരെ ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റൂ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച വകയിൽ പണം ഇനിയും സപ്ലൈകോ കൈമാറിയിട്ടില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 38,300 രൂപയിൽ നിന്നും വാരാവസാനം 38,000 രൂപയായി താഴ്ന്നു. കുരുമുളക് വില മാസമധ്യം മുതൽ മാറ്റമില്ലാതെ തുടരുന്നതിനാൽ കർഷകരും സ്റ്റോക്കിസ്റ്റുകളും വിൽപ്പനയിൽ നിന്നും പിൻവലിഞ്ഞു. ഉത്സവ സീസൺ വരുന്നതിനാൽ ആകർഷകമായ വില വരും മാസങ്ങളിൽ ഉറപ്പുവരുത്താനാകുമെന്ന നിഗമനത്തിലാണ് കാർഷിക മേഖല. അതേസമയം വില ഉയർത്താതെ ചരക്ക് സംഭരിക്കാനുള്ള ശ്രമത്തിലാണ് അന്തർ സംസ്ഥാന വ്യാപാരികൾ. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ മുളക് വില ടണ്ണിന് $8,000. മലബാർ മുളകിന് വിദേശ ഓർഡറുകളില്ല. അതേസമയം ഇതര ഉൽപ്പന്ന രാജ്യങ്ങൾ വളരെ താഴ്ന്ന വിലയ്ക്ക് ചരക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഉത്തരേന്ത്യൻ വ്യവസായികൾ വിദേശ ചരക്ക് ഇറക്കുമതിക്കും ശ്രമം നടത്തുന്നുണ്ട്. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില കിൻഡലിന് 68,500 രൂപയാണ്. ഉത്സവകാല ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ആഭ്യന്തര വ്യാപാരികൾ ഉയർന്ന അളവിൽ ഏലക്ക ലേലകേന്ദ്രങ്ങളിൽ നിന്നും വാരിക്കൂട്ടുന്നുണ്ട്. ലേലത്തിനെത്തുന്ന ചരക്കിൽ 95% വരെ അവർ തിരക്കിട്ട് ശേഖരിക്കുന്നതിനിടയിൽ ശരാശരി ഇനങ്ങളുടെ വില കിലോ 2,750 രൂപ വരെ ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ സന്ദർഭത്തിൽ നിരക്ക് 2,000 രൂപയിൽ താഴ്ന്നാണ് ഇടപാടുകൾ നടന്നത്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. നാല് കൺസെപ്റ്റ് SUVകളുടെ ടീസറുകൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പുറത്തിറക്കി. വാഹനങ്ങൾ സ്വാതന്ത്ര്യദിനത്തിൽ നിരത്തുകളിലെത്തും. മഹീന്ദ്ര വിഷൻ എസ്, മഹീന്ദ്ര വിഷൻ ടി, മഹീന്ദ്ര വിഷൻ SXT, മഹീന്ദ്ര വിഷൻ X എന്നിവയാണ് കൺസെപ്റ്റുകളുടെ പേരുകൾ. സ്കോർപിയോ N അധിഷ്ഠിത പിക്കപ്പ് ട്രക്ക് ആയിരിക്കുമെന്ന് പുതിയ ടീസറിൽ വ്യക്തമായി. ടെയിൽ ലാമ്പുകളും ഡ്യുവൽ സ്പെയർ വീലുകളും ടെയിൽ ഗേറ്റിനുള്ള ഡ്യുവൽ ഓപ്പണിംഗുമുള്ള പിൻഭാഗം ടീസറിൽ കാണിക്കുന്നു. ഷാർപ്പായിട്ടുള്ള ഡിസൈൻ, വ്യക്തമായ ഫ്രണ്ട് ബമ്പർ, സൈഡ് ലാച്ചുകൾ എന്നിവയുള്ള ഫ്ലാറ്റ് ബോണറ്റ് ഡിസൈൻ മുൻ ടീസറുകളിൽ വെളിപ്പെടുത്തിയിരുന്നു. പിക്കപ്പ് ട്രക്കിൽ ഭാഗികമായി അടച്ച ഹെഡ്ലാമ്പ് ഏരിയയും വൃത്താകൃതിയിലുള്ള ഗ്രിൽ സെക്ഷനും ഉണ്ടായിരിക്കും. പുതിയ ഫ്രീഡം NU പ്ലാറ്റ്ഫോമിൽ വരുന്ന ബ്രാൻഡിന്റെ പുതിയ മോഡലുകളിൽ ഒന്നായിരിക്കും മഹീന്ദ്ര വിഷൻ SXT. പെട്രോൾ, ഡീസൽ, ഹൈബ്രിഡ്, ഇലക്ട്രിക് എന്നിവയുൾപ്പെടെ ഒന്നിലധികം പവർ ട്രെയിനുകൾക്ക് ഈ പുതിയ ആർക്കിടെക്ചർ അനുയോജ്യമാകും. മഹീന്ദ്ര സ്കോർപിയോ N അടിസ്ഥാനമാക്കിയുള്ള പിക്കപ്പ് കൺസെപ്റ്റ് ആദ്യമായി 2023 കമ്പനിയുടെ വാർഷിക സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ ദക്ഷിണാഫ്രിക്കയിൽ പ്രദർശിപ്പിച്ചിരുന്നു. മഹീന്ദ്ര ഇന്ത്യ ഡിസൈൻ സ്റ്റുഡിയോ രൂപകൽപ്പന ചെയ്ത ഈ പിക്കപ്പ് കൺസെപ്റ്റിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത കൂറ്റൻ ബാഷ് പ്ലേറ്റ് ബമ്പർ, പോപ്പ് ഔട്ട് ഗ്രിൽ, മുൻവശത്ത് വീതിയേറിയ LED ലൈറ്റ് ബാർ, ബമ്പറിന്റെ താഴത്തെ അറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന 2 കൊളുത്തുകൾ, വെള്ളം വലിച്ചെടുക്കാനുള്ള സ്നോർക്കൽ, റൂഫ് റാക്ക് തുടങ്ങിയവ ഉൾപ്പെടുന്നു. പുതിയ മഹീന്ദ്ര പിക്കപ്പ് ട്രക്കിന് 5G അധിഷ്ഠിത കണക്ടിവിറ്റി, സൺറൂഫ്, ലെവൽ 2 ADAS, സെമി ഓട്ടോമാറ്റിക് പാർക്കിംഗ് തുടങ്ങിയ നൂതന സവിശേഷതകൾ നിറഞ്ഞ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ക്യാബിൻ ലേഔട്ട് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ഗൂഗിളിന്റെ പിക്സൽ 10 സ്മാർട്ട് ഫോൺ ഈ മാസം വിപണിയിലെത്തുന്നു. ലോഞ്ചിന് മുന്നോടിയായി പിക്സൽ 10 പ്രോയുടെ ഡിസൈൻ പുറത്തുവിട്ട് ഗൂഗിൾ. പിക്സൽ 10ന്റെ സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ ഇനി 1 മാസം അവശേഷിക്കെ ഫോണിന്റെ ഡിസൈൻ പുറത്തുവിട്ടിരിക്കുകയാണ് ഗൂഗിൾ. പിക്സൽ 10 പ്രോ മോഡലിന്റെ ഡിസൈനാണ് കമ്പനി ഒരു ടീസർ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. പിക്സൽ 10 പ്രോയുടേതെന്ന പേരിൽ നേരത്തെ പുറത്തുവന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകളിൽ വന്ന ചിത്രങ്ങൾക്ക് സമാനമാണ് ഗൂഗിൾ പുറത്തുവിട്ട ചിത്രം. പുതിയ വീഡിയോയിൽ ഫോണിലെ പുതിയ ക്യാമറ ഐലൻഡ് കാണാം. ഫോണിന്റെ ബാക്ക് പാനൽ ഡിസൈൻ വ്യക്തമായി കാണുന്ന ദൃശ്യങ്ങളാണ് ഗൂഗിൾ പുറത്തുവിട്ടത്. പുറത്തുവരാനിരിക്കുന്ന പിക്സൽ 10ന്റെ ലൈനപ്പിനെ കുറിച്ചുള്ള ഒട്ടേറെ വിവരങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഗൂഗിൾ പിക്സൽ 10, 10 പ്രോ, 10 പ്രോ XL, 10 പ്രോ ഫോൾഡ് എന്നീ ഫോണുകളാണ് ഇത്തവണ പുറത്തിറക്കുക. ബേസ് മോഡലിലും ട്രിപ്പിൾ റിയൽ ക്യാമറയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ടെലിഫോട്ടോ ക്യാമറയാണ് പുതിയതായി ഉൾപ്പെടുത്തുക. പ്രോ മോഡലുകളിലും ഫോൾഡിലും കാര്യമായ മാറ്റങ്ങളുണ്ടാകില്ല. ക്യാമറയും ഹാർഡ്വെയറും കഴിഞ്ഞ വലിയ മാറ്റമില്ല.
എന്നാൽ പ്രോസസർ ചിപ്സെറ്റ് ടെൻസർ G5ലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. മെച്ചപ്പെട്ട AI ഫീച്ചറുകളും ഫോണിലെത്തും. ഓഗസ്റ്റ് 20 നടക്കുന്ന ഗൂഗിളിന്റെ മേഡ് ബൈ ഗൂഗിൾ ഇവന്റിൽ വെച്ചാണ് ഫോൺ പുറത്തിറക്കുക. വിനോദവാരം. അർജുൻ അശോകൻ പ്രധാന വേഷത്തിലെത്തുന്ന തലവര ഓഗസ്റ്റ് 15 തിയേറ്ററുകളിലെത്തും. ചിത്രത്തിലെ ആദ്യ ഗാനം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടപ്പോൾ തന്നെ ട്രെൻഡ് ലിസ്റ്റിലും ഇടം പിടിച്ചു. അർജുൻ അശോകനും രേവതി ശർമ്മയും പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് തലവര. അഖിൽ അനിൽകുമാറാണ് തലവരയുടെ സംവിധാനവും കഥയും നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ആദ്യ ഗാനം അണിയറ പ്രവർത്തകർ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടു. മുത്തുവാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. വാഴ, മരണമ, സർക്കിട്ട് തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്ന ഇലക്ട്രോണിക് കിളിയാണ് തലവരയുടെ സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. മണികണ്ഠൻ അയ്യപ്പനും ഇലക്ട്രോണിക് കിളിയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. പുറത്തിറങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ ഗാനം. അശോകൻ, ദേവദർശിനി ചേതൻ, ആതിര മറിയം, അഭിറാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, സാം മോഹൻ, ഹരീഷ് കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രമുഖ താരങ്ങൾ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടുത്തിടെ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. ഓഗസ്റ്റ് 15 തലവര പ്രദർശനത്തിലെത്തും. ഇനി പ്രധാന ഇവന്റുകൾ. വിനീത് ശ്രീനിവാസന്റെ ലൈവ് മ്യൂസിക് ഇവന്റ് കൊച്ചി ഫോറം മാളിൽ ഈ മാസം 30 വൈകിട്ട് 7 മണിക്കാണ് ഷോ. ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി. ബേക്ക് എക്സ്പോ 2025 ഒക്ടോബർ 10, 11, 12 തീയതികളിൽ അങ്കമാലി അഡ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. സംഘാടകർ ബേക്കേഴ്സ് കേരള അസോസിയേഷൻ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.